ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ആശുട്ടി ഈ വർഷം തൊട്ട് സ്കൂളിൽ പോയി തുടങ്ങാണ് കേട്ടോ. അപ്പോൾ അംഗനവാടിയിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അംഗനവാടി ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അംഗനവാടി പോകുന്നൊരു വീഡിയോ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ കണ്ണെഴുതലും പൊട്ടുകുത്തലൊക്കെ കഴിഞ്ഞു കേട്ടോ. അല്ലേ, മുടിയൊക്കെ ഈരി വെച്ച് എങ്ങനെ ഈരിയാലും റെഡിയാവാത്തൊരു മുടിയുണ്ട് കേട്ടോ. ചുരുള മുടിയാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് മുടി വളർത്തണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അത് കാരണം ഞങ്ങൾ വെട്ടിയിട്ടില്ല മുടി. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അംഗനവാടി. നടക്കാവുന്ന ദൂരമുള്ളൂ. പക്ഷെ എന്നാലും അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോകാനാണ് കേട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഏട്ടന് പരമാവധി ഒഴിവുള്ളപ്പോഴൊക്കെ ഏട്ടൻ തന്നെയാണ് കേട്ടോ അവൾ അംഗനവാടി കൊണ്ടാക്കാറ്. അപ്പോൾ ദേ ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. എന്നത്തെയും പോലെ അംഗനവാടി പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെ കൂടെ ബൈക്കിൽ കയറാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദേ ഞങ്ങൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരുപാട് ദൂരം ഉണ്ടെന്ന്. പക്ഷേ വളരെ ചെറിയ ദൂരമാണ് കേട്ടോ. അതിങ്ങനെ ചുറ്റി വളഞ്ഞ് വരുമ്പോഴാണ് ഇത്രയും ദൂരമായിട്ട് തോന്നുന്നത്. വണ്ടിയിലായ കാരണമാണ് ഇത്ര ദൂരമായിട്ട് തോന്നുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അംഗനവാടി ഉള്ളത്. അങ്ങനെ ദേ നമ്മൾ അംഗനവാടിയുടെ അവിടെ എത്തിയിട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോവില്ല. ഈ കാണുന്നൊരു ഇടവഴി ഉണ്ടല്ലോ, ആ സൈഡിൽ കൂടെ വേണം പോകാനായിട്ടിട്ടോ അംഗനവാടിക്ക്. ആ ടാറ്റാ പോര്. ഈ വഴിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഏത് കാട്ടുമുക്കിലാണാവോ അംഗനവാടിയെന്ന്. പക്ഷെ ഇത് കാട്ടുമുക്കൊന്നല്ല കേട്ടോ, ഒരു വീടിൻ്റെ പറമ്പിൻ്റെ സൈഡാണ്. കാണുമ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അത് കാട് പോലെയൊക്കെ തോന്നുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിൽ കൂടെ പോകാൻ നല്ല രസമാണ് കേട്ടോ. ആ ഒരു വഴി ഇടവഴി പോലെ കാണുമ്പോൾ നല്ല രസമാണ്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞൊരു സ്ഥലം. പക്ഷെ അതേ നേരെ മുന്നിൽ ഇതൊരു വാഴ വെട്ടിയിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അതൊക്കെ ഞങ്ങൾ ചാടിക്കിടന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നിക്ക് തിരിഞ്ഞ് ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. അങ്ങനെ ദേ ഞങ്ങളിത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടോ. അംഗനവാടിയിലെത്തി. പിള്ളേരൊക്കെ അവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു. ആശു ഭയങ്കര ഹാപ്പിയായി. ആശുവിന് അംഗനവാടി പോകാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് അങ്ങനെ വാശി കാര്യങ്ങളൊന്നും ഇല്ല. അംഗനവാടി പോയിരിക്കാനും അവിടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അങ്ങനെ നമുക്ക് ഭാവിയിൽ നമ്മൾ ഇവരൊക്കെ വലുതാവുമ്പോൾ നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കാമല്ലോ, നഴ്സറിയിൽ പോയതും അച്ഛനും അമ്മയും വീഡിയോ എടുത്തതും ഒക്കെ. അപ്പോൾ അതൊരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആവില്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.